അപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് ഒന്ന് അടുക്കി പെറുക്കി വൃത്തിയാക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ആദ്യത്തെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഫ്രിഡ്ജ് എങ്ങനെയാണെന്ന് കാണണ്ടേ? എൻ്റെ പൊന്നേ, ഇഷ്ടം പോലെ സാധനങ്ങൾ തിക്കി നിറച്ചേക്കുക. എന്തെങ്കിലും ആവശ്യമുള്ളതാണോ? ഒരാവശ്യമില്ലാത്ത സാധനങ്ങൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കാവേ. ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെയൊക്കെ ഫ്രിഡ്ജ് എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ ഫ്രിഡ്ജ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഈ ഫ്രിഡ്ജ് ഒന്ന് വൃത്തിയാക്കാം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫ്രിഡ്ജ്. അപ്പോൾ ഈ ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് ഒതുക്കിയാൽ. അപ്പം ഫ്രിഡ്ജിലെ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. നമ്മുടെ സാധാരണ വീട്ടുകാരുടെയൊക്കെ ഫ്രിഡ്ജ് ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ഒതുക്കി ഒരു മാസമൊക്കെ നല്ലതായിട്ട് ഇരിക്കുമായിരിക്കും അല്ലേ? എന്തായാലും ഇതൊരു 1.5 ആഴ്ചക്കുള്ളിലാണ് ഇങ്ങനെ ആയത്. നമുക്ക് എന്തെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യാം. എന്തൊക്കെയാണ് ഇതിനകത്തൊന്ന് നോക്കിയാലോ. ആദ്യം ഞാൻ പയറ് മുളപ്പിക്കാൻ വെച്ചാണ്. ഇപ്പൊ പയറ് പറിക്കാറായി, അത്രത്തോളം അത് വളർന്നു. പിന്നെ ഇത് ഏതോ എപ്പോഴത്തെയോ കറിയാണ്. പിന്നെ ഇത് തക്കാളി. ഇത് ഉള്ളിക്കറി കേട്ടോ. ഇത് നമ്മുടെ ബീട്രൂട്ട് അച്ചാർ. ഇത് നമ്മുടെ ചോക്ലേറ്റ്. ഞാൻ ചോക്ലേറ്റ് പ്ലാസ്റ്റിക് പാട്ടയിൽ നിന്നും ഇങ്ങനത്തെ പാട്ടയിലാണ് ഇട്ടത്. നിങ്ങളപ്പോൾ ചോദിക്കും, അപ്പോൾ അച്ചാർ നിനക്ക് പ്ലാസ്റ്റിക് പാട്ടയിൽ ഇടാവുന്നു? സാധാരണ ഇതിന് ഇടാൻ വേണ്ടി പ്ലാസ്റ്റിക് പാട്ട കിട്ടിയില്ല, അതാണ് നഗ്നമായ സത്യം. ഇത് പിന്നെ സവാള. ഇത് നമ്മുടെ നാടൻ പച്ചമുളകാണ്. നിങ്ങളുടെ വീട്ടിൽ നാടൻ പച്ചമുളക് ഉണ്ടോ? എങ്ങനെ ഉണ്ടാവാനാ? ഞാൻ നട്ടതൊന്നുമല്ല. ഇത് പിന്നെ നമ്മുടെ കൂമ്പ് ഇപ്പം കളയാറായി. ഇത് നമ്മുടെ കൊച്ചുള്ളി. അയ്യോ, നമുക്ക് തേങ്ങ ഉണ്ടായിരുന്നു, ഞാൻ തേങ്ങ മേടിപ്പിച്ചു. ഇത് വെറുതെ ഒരു ടിന്ന്, ആവശ്യമില്ലാത്ത ടിന്നൊക്കെ. ഇത് നമ്മുടെ കാടൻ മുട്ടയും താറാവ് മുട്ടയാണേ. ഞാൻ അതിങ്ങനെ ഒരു ഇതാക്കി സൂക്ഷിച്ചിടും. അയ്യോ, ഇതിന്റെ പേരെന്താണെന്നറിയാവോ? ഇത് നമ്മുടെ മന്തിക്കകത്തൊക്കെ ഈ പിള്ളേർക്ക് ഒരമരുന്നൊക്കെ ആയിട്ട് നമ്മൾ ഉരയ്ക്കത്തില്ല, ആ സംഭവമാണ് ഈ സംഭവം. ഇതിന്റെ പേരറിയാവുന്നൊരു കമന്റ് ചെയ്യും. ഇത് പിന്നെ കാലിപ്പില്ല, ഇതിനോ വേണ്ടി കുറെ കാലിപ്പില്ല. ഇത് പിന്നെ നമ്മുടെ ചോറ് ഇന്നലെ ഞാനിത് ഫ്രിഡ്ജ് വെച്ചാണ് തിളപ്പിച്ച് വിട്ടാന്നില്ല. ഇത് പിന്നെ നമ്മുടെ തൈര്. ഇതാ നമ്മൾ ഉറ ഒഴിക്കുന്ന പാത്രം. ഞാൻ തൈര് കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഉറ ഒഴിക്കുന്നത്. വെളിക്കാറ്റ് ഞാൻ പിടിച്ചു. ഇത് പിന്നെ തൈര്. ഇത് പിന്നെ നന്ദുവിന് ദോശമാവ് ഉണ്ടാക്കി വെച്ചതാണ്. ഇത് നമ്മുടെ വീട്ടിലെ കോവയ്ക്ക. ഇത് നമ്മുടെ വീട്ടിലെ കോവയ്ക്ക. ഇതെപ്പോഴും മേടിച്ച ഒരു ക്യാപ്സിക്കം. എന്തിനോ പനലായി. ഇത് പിന്നെ നമ്മുടെ പച്ചക്കറി. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇത് നമ്മുടെ അച്ചാർ കേട്ടോ. പിന്നെ ഇത് ഉണക്കക്കൊഞ്ച്. നമ്മളിടയ്ക്കൊക്കെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണക്കക്കൊഞ്ച് ചമ്മന്തി തീരൊക്കെ ഉണ്ടാക്കാം. ഇത് പിന്നെ നമ്മുടെ അടയില്ലല്ലോ, ശർക്കര. ഇതിനകത്ത് മേലെ മുട്ട. അപ്പൊ ഇത്ര ആയിരുന്നു നമ്മുടെ ഫ്രിഡ്ജില്. മീനില്ല, മീനുള്ളത് ഞാൻ ഇന്നലത്തെ എന്തായാലും പറ്റിക്കാൻ വെച്ചു. അപ്പൊ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്താലോ. അങ്ങനെ ഇന്ന് നമ്മുടെ ഫ്രിഡ്ജിനകത്തൊരു വെട്ടം വീണല്ലേ. ഇത്രയും സാധനങ്ങൾ ഇറക്കിയില്ല, അപ്പൊ വെട്ടം വീഴും. അപ്പൊ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം. ആദ്യം നമുക്ക് ഫ്രിഡ്ജ് ഓഫ് ചെയ്യാം. വൃത്തിയാക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു കപ്പും ഇങ്ങനെ ഒരു തുണിയും വേണം. ഈ 2 സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഫ്രിഡ്ജ് വൃത്തിയാക്കുള്ളൂ. കാരണം സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജ് തുടയ്ക്കണ്ടേ. അപ്പം ഈ സാധനമായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വൃത്തിയാക്കാം. വാ. കപ്പും വെള്ളമായിട്ട് നേരെ ഇരുന്ന് അതിനുശേഷം ഞാൻ എന്താണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി. ആദ്യം തന്നെ അത് എടുത്തു മാറ്റിയിട്ട് വേണ്ട വൃത്തിയാക്കാൻ വേണ്ടി. ഞാൻ ലിക്വിഡോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. കാരണം ഇനിയും ഫ്രിഡ്ജിൻ്റെ അകത്ത് ബോഡിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിയാലോ എന്ന് വിചാരിച്ച്. ചിലവരൊക്കെ സോപ്പൊക്കെ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. സോപ്പ് പൊടി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഈ സോപ്പ് പൊടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? നമ്മൾ ഫുഡൊക്കെ വെക്കുന്നതല്ലേ, പിന്നെ അതിൻ്റെ അംശം എന്തെങ്കിലും വീണ് വെറുതെ എന്തിനാ വയറ് വീട്ടുകാരെ കേടാക്കുന്നതെന്ന് ഞാൻ വിചാരിച്ച് ഞാനൊന്നും ഉപയോഗിക്കാതെ വെള്ളം മാത്രം യൂസ് ചെയ്താണ്. പിന്നെ അത്യാവശ്യം നല്ല അഴുക്കുണ്ടായിരുന്നു, കണ്ടില്ലേ. പിന്നെ നമ്മളിപ്പോൾ ഒരു 2 ആഴ്ചത്തോളം ആയെന്ന് തോന്നുന്നു ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കിയിട്ട്. സോനു ഒരു ലീവിന് വന്നപ്പോഴെങ്ങാണ്ട് വൃത്തിയാക്കി തന്നിട്ട് പോയതാണ്. പിന്നെ ഞാൻ മടിച്ച് വൃത്തിയാക്കാനൊന്നും പോയില്ല. എനിക്കിങ്ങനെ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കാകുമ്പം നമ്മൾ കൂടുതൽ പണിയും ചെയ്യാം. വേറെ ആരും നമുക്ക് ചെയ്യാനില്ലല്ലോ. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തല്ലേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊന്നും അത് വൃത്തികേടാക്കത്തില്ല. ഇതിപ്പം
ഇവിടെ ഇടയ്ക്ക് സോനു വന്നു. പിന്നെ ഈ ന്യൂ ഇയർ ക്രിസ്മസ് ആ ഒരു ടൈം എല്ലാവരും വീട്ടിലുള്ളപ്പം നമ്മൾ ഇതിനൊന്നും ശ്രദ്ധിക്കാറില്ല, എന്തെങ്കിലും ചെയ്യട്ടെ എന്തെങ്കിലും കാണിക്കട്ടെ. പക്ഷെ ബാക്കി റൂമായാലും ബാക്കി നമ്മുടെ കാര്യങ്ങളെല്ലാം അതേപടി അടുക്കി വെക്കും, അല്ലെങ്കിൽ സോനുവിൻ്റെ തലക്കിട്ടിയതെല്ലാം കൊടുക്കും. അപ്പൊ നമ്മുടെ ഇതിനകം ഇത്രയും വൃത്തിയായി. എൻ്റെ മണ്ടത്തിലേക്കില്ലല്ലോ. സാധാരണ നമ്മുടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി കൂട്ടത്തല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ എനിക്ക് വീട്ടിലെ ജോലിയെല്ലാം ഉണ്ടായിരുന്നു. അരി അടപ്പേ കിടക്കുന്നേ ഉള്ളായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഒന്ന് പോയി തീയൊക്കെ എരിച്ചു കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ കുറച്ച് തേങ്ങയും പഞ്ചസാരയും പാലും കൂടി ഒഴിച്ചാൽ നമുക്ക് പായസം ആക്കാം ഉച്ചയ്ക്ക്. അത് മേടിച്ച് വൈകിട്ട് അച്ഛൻ വരുന്നില്ല, അച്ഛന് ചോറ് കൊടുത്തില്ല, അച്ഛൻ എൻ്റെ കൊങ്ങയൊക്കെ പിടിക്കും. പാവപ്പെട്ടവൻ അത്രയ്ക്കുള്ള നിസ്സാര കാര്യങ്ങളൊക്കെ എന്നോട് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്നെല്ലാം വൃത്തിയാക്കാനിരുന്നേ. പിന്നെ മുട്ട എടുത്ത് വെക്കുമ്പോൾ സൂക്ഷിക്കണം, മുട്ട താഴെ വീണ് പൊട്ടിയല്ലോ. മുട്ടയ്ക്ക് ഭയങ്കര വില, ഇവിടെ 10 രൂപയാണ് വില. നിങ്ങളുടെ നാട്ടിൽ എത്രയാണ് വില? പിന്നെ ഞാനവിടെ സൈഡെല്ലാം വൃത്തിയാക്കി. നേരത്തെ ഞാനൊരു പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നേ, ഈ കുപ്പിയും നമ്മുടെ വെള്ളമൊക്കെ വെക്കുന്ന ആ സൈഡിൽ താഴെയായിട്ട്. പക്ഷേ ആ പേപ്പറിൻ്റെ നിറം അതിൽ ആയിട്ട് ഒരു ചുമന്ന നിറം ഫ്രിഡ്ജിലായി. അതുകൊണ്ട് തന്നെ എത്ര തുടച്ചിട്ടും അത് പോകുന്നില്ല. ഒരുപാട് വട്ടം നോക്കി തുടച്ചിട്ടും എന്നിട്ടൊന്നും അത് പോകുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി പേപ്പറൊന്നും ഇടണ്ട, പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നിറമാണെങ്കിലോ, ന്യൂസ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഇനി കറുത്ത നിറം വല്ലതും ആയാലോ എന്ന് പേടിച്ച് ഞാൻ ഒരു പേപ്പർ ഇടാൻ പോയില്ല. നന്നായിട്ട് അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീൻ വെട്ടി അടപ്പയിൽ നമ്മുടെ മീൻ പറ്റിച്ചത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തീ കുറച്ചാണ് ഞാൻ ഇട്ടത്, കാരണം അടുക്കി പിടിച്ചെങ്ങാണം പോയാലോ എന്നുള്ള പേടി കൊണ്ട്. ഞാനവിടെ വൃത്തിയാക്കി കഴിഞ്ഞ് കണ്ടില്ല, ചുമന്ന നിറം എത്ര തുടച്ചിട്ടും പോയില്ല. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ തലക്കടി കിട്ടിയേനേയും. പിന്നെ അമ്മ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഇത്രയും സാധനമാണ് നമ്മൾ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കിയത്. ഇനി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നോക്കി കണ്ടിട്ട് എടുത്ത് വെക്കണം. പിന്നെ ഈ ഇറക്കിയ സാധനത്തിൻ്റെ ഒക്കെ സംഭവം ഉണ്ടല്ലോ, ആ സംഭവമല്ല ഞാൻ ഓർത്ത് എന്നാൽ കഴുകി വെയിലത്തോട്ട് വെക്കാം. വെളിയിലാണെങ്കിൽ മുട്ടപ്പുറ വെയിലായിരുന്നു, നോക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്രയും വെയിലുള്ളതുകൊണ്ട് ഞാൻ വെയിലത്ത് തന്നെ വെച്ച് ഉണക്കാമെന്ന് വിചാരിച്ചു. തുണി വെച്ച് തുടച്ചെടുക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ എന്ന് ഓർത്താണ് പെട്ടെന്ന് കഴുകിയത്, വെയിൽ പോകുന്നതിന് മുമ്പ്. ഇത് കഴുകി കഴിഞ്ഞിട്ട് വേണം അടുത്ത ഓരോ പണികൾ ഇങ്ങനെ കിടക്കുമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ കഴുകി മാറി. പിന്നെ ഞാൻ സ്പീഡിലിട്ടാണ് ഇത് കാണിക്കുന്നത്. എൻ്റെ 1 മണിക്കൂറത്തെ പരിപാടിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോൾ ഒരു 10 മിനിറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനതെല്ലാം കഴുകി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട്, എനിക്ക് ആ ഗ്ലാസ് പോലെ ഇരിക്കുന്ന സാധനം കഴുകാൻ ഭയങ്കര പേടി. അത് ഊരി കഴുകും, സോനു കഴുകി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഊരി കഴുകാൻ അറിയാത്തതുകൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ല. വെറുതെ പുട്ടിയെ കാണാൻ പോയാലോ, പിന്നെ ആ സാധനം ഉണ്ടാക്കാൻ നടക്കണ്ടേ. അതുകൊണ്ട് ഇത് മാത്രം കഴുകി എല്ലാം കഴുകിയിട്ട് ഞാൻ ഓർത്തുന്ന വെളിയിൽ വെച്ച് നമുക്ക് ഈ സാധനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട്, ഇത് നിങ്ങൾക്ക് ഊരാൻ പറ്റും. ഞാൻ ഊരാൻ ശ്രമിച്ചായിരുന്നു ആദ്യം, പക്ഷേ എനിക്കത് കഴിഞ്ഞില്ല, ഊരാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ അങ്ങ് തേച്ച് കഴുകി എടുക്കുകയാണ് ഞാൻ ചെയ്തതെല്ലാം. പിന്നെ ഇത് വെയിലത്തോട്ട് വെച്ചിട്ട് ബാക്കിയുള്ള ടിന്നിനകത്തൊക്കെ സാധനങ്ങൾ ഇട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴത്തേക്ക് ടിന്നിലെല്ലാം അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം ഉണങ്ങി കിട്ടുമല്ലോ. അങ്ങനെ ഞാനിതെല്ലാം പെട്ടെന്ന് കഴുകി. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചിന്നു വന്നായിരുന്നു. ചിന്നു പട്ടിക്കുഞ്ഞാണ്, പക്ഷേ ഞാൻ എടുക്കാൻ വിട്ടു. അവൾ ചോറിന് വന്നായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവൾക്ക് ചോറ് കൊടുക്കാൻ പോയി. ഇത് നമ്മുടെ മീൻ വെക്കുന്ന ആണെങ്കിൽ അതിന് ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ സൈഡിൽ അഴുക്ക്. എന്തോന്നല്ലേ ഫ്രിഡ്ജിൽ അഴുക്ക് വന്നാൽ മൊത്തത്തിനകത്തും അഴുക്ക് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തില്ല ഇതുപോലെ മുട്ട പണി മേടിക്കുകയും ചെയ്യും. ഒന്നിച്ചിരുന്ന് നമ്മുടെ ഒരു ദിവസം മൊത്തം ഇതിനു വേണ്ടി കളയേണ്ടി വരും. പിന്നെ ഞാൻ പെട്ടെന്ന് അവൾക്ക് എൻ്റെ ഇടയ്ക്കൂടെ പോയി ചോറെല്ലാം കൊടുത്ത്, അവളിങ്ങനെ പ്രസവിച്ച് കിടക്കുന്നതായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരും, വിശപ്പ് കാരണമല്ലേ. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച ഫ്രിഡ്ജിൻ്റെ സാധനങ്ങളെല്ലാം നേരെ വെളിയിലോട്ട് കൊണ്ട് വെയിലത്തോട്ട് വെക്കാൻ തുടങ്ങി. കണ്ടില്ലേ വെയിൽ, എന്തൊരു വെയിലാണ്, വെളിയിലോട്ട് ഇറങ്ങാനേ പറ്റത്തില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഉണക്കിയെടുക്കുന്നതാണ് നല്ലതെന്ന് ഓർത്ത് ഞാൻ എല്ലാം വെയിലത്തോട്ട് വെച്ച്. വെയിലത്ത് ഇറങ്ങുന്നവർ സൺസ്ക്രീൻ ഇടാൻ മറക്കരുത്. എനിക്ക് പിന്നെ സൺസ്ക്രീൻ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഉള്ള വെയിൽ മൊത്തം കൊണ്ട് മൊത്തം ടാനും അടിച്ചിട്ടാണെന്ന് തോന്നുന്നു കയറിയത്. പിന്നെ ഒത്തിരി നേരം നിന്നില്ല. ഈ ഗ്ലാസിൻ്റെ സാധനമാണ് ഈ വെക്കാൻ പാട്. കുത്തിച്ചാരി വെച്ചായിരുന്നെങ്കിൽ പെട്ടെന്ന് ഇറ്റിറ്റ് വെള്ളം പോയിനെ. പക്ഷെ താഴോട്ട് വല്ലതും വീണ് പൊട്ടിയാലോ എന്നുള്ള പേടി കൊണ്ട് ഞാനത് ശ്രദ്ധാപൂർവ്വം അവിടെ വെച്ച്. അതിൻ്റെ ഇടയ്ക്ക് ചിന്നു ചോറ് കഴിച്ചിട്ട് ടാറ്റയും പറഞ്ഞുകൊണ്ട് പോയി. ഞാൻ അവളെ നോക്കിക്കൊണ്ടാണ് കയറിയത്. മൊത്തം ചോറും തിന്നു. ചോറുണ്ടില്ലെങ്കിൽ അവിടെ പെടലേക്ക് ഒരെണ്ണം കൊടുക്കണമെന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ബാക്കി കവറിനകത്തൊക്കെ ഇരുന്ന് പച്ചമുളക്, നമ്മുടെ നാടൻ പച്ചമുളക്, അത് ഇങ്ങനെ ടിന്നിനകത്തിട്ട് വെച്ച്. ഞാൻ കൂടുതൽ സാധനങ്ങളും ഇങ്ങനെ ടിന്നിനകത്ത് ഇട്ട് വെക്കും. നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ, എല്ലാം കൂടെ ഒന്നിച്ചിടുന്നതിനെക്കാട്ടി നല്ലത്.
നല്ലത്. ഓരോ സാധനങ്ങൾ ഓരോ ടിന്നിനകത്താക്കി നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നമുക്ക് എടുക്കാനും കൂടുതൽ ഫ്രിഡ്ജ് അഴുക്കാവാതെ ഇരിക്കും. അതുപോലെ തന്നെ വെളുത്തുള്ളി ആണെങ്കിലും ഇഞ്ചി ആണെങ്കിലും എല്ലാ സാധനവും ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. നന്ദുവിനെ പേടിച്ച് ഈ വെളുത്തുള്ളിയും കിഴങ്ങും പിന്നെ സവാള ഉള്ളിയൊക്കെ എല്ലാവരും വെളിയിലാണ് വെച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ നന്ദു എല്ലാ സാധനങ്ങളും എടുത്ത് എറിയുന്നതുകൊണ്ട് ഞാൻ അതെല്ലാം ഫ്രിഡ്ജിലോട്ടാണ്. ഇത് പിന്നെ ഞാൻ മുറത്തിനകത്തോട്ട് ഇട്ട് വെച്ചപ്പോൾ എന്തോ കിടക്കുന്നു വീണ്ടും ഒരു വെളുത്തുള്ളി. ഞാൻ പിന്നെ അതും എടുത്ത് നമ്മുടെ ടിന്നിനകത്താക്കി. ഈ ടിന്ന് എവിടുന്നാണ് എന്ന് ചോദിച്ചവർ, ഈ ടിന്ന് നമ്മൾ നാട്ടിലെ ബിരിയാണി മേടിക്കുമ്പോൾ കിട്ടുന്ന ടിന്നാണ്. അപ്പം നിങ്ങൾ ആലോചിക്കണം എന്തുമാത്രം ബിരിയാണി ഞങ്ങൾ മേടിച്ച് തിന്നു എന്ന്. ഈ ഫ്രിഡ്ജ് മൊത്തം അതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊച്ചുള്ളി കണ്ടില്ലേ, കൊച്ചുള്ളിയൊക്കെ വീട്ടിലിരുന്ന് കിളിക്കാൻ തുടങ്ങി. ഇനി കൊച്ചുള്ളി കിളിച്ചിട്ട് വേണം അതെടുത്ത് തോരൻ വെക്കാൻ. ഇത് കോവയ്ക്ക നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കറിവേപ്പില, ഇത് ഞാൻ കുഞ്ഞമ്മയുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കറിവേപ്പിലയായിരുന്നു, തീരാറായി. പിന്നെ ഞാൻ എടുത്തുന്ന ഫ്രിഡ്ജിലോട്ട് വെക്കാം. എനിക്ക് ഇടയ്ക്ക് കറിവേപ്പില ഞാൻ എപ്പോഴും എടുക്കുന്നത് അപ്പുറത്തെ ലക്ഷ്മണമാമൻ്റെ എങ്ങൂന്നാണ്. ഇപ്പം ഞാൻ കുഞ്ഞമ്മയുടെ അങ്ങൂന്ന് കൊണ്ടുവന്നുകൊണ്ട് അങ്ങോട്ട് പോയില്ല. അത് കഴിഞ്ഞ് ഞാൻ ഓർത്തെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ആ അടുക്കള തൂത്തുവാരി വൃത്തിയാക്കുക എന്നുള്ളതാണ് അടുത്ത കടമ്പ. ഇത് തൂക്കാൻ നിന്നപ്പോഴാണ് ഇതിൻ്റെ അടിയിലെല്ലാം നല്ല മണ്ണുണ്ടായിരുന്നു. ചുമ്മാ തൂത്ത് പോയിട്ട് കാര്യമില്ല, അടിയെല്ലാം തൂത്തിട്ട് അങ്ങ് തുടച്ച് വൃത്തിയാക്കാമെന്ന് ആദ്യം വിചാരിച്ചത്. ഈ മണ്ണ് ഒരു സൈഡിൽ കൂട്ടിയിടുകയും ചെയ്തു. നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാം തൂത്ത് കഴിഞ്ഞാൽ അപ്പോഴേ വാരി എടുത്ത് കളയണം. രാത്രി തൂക്കാനും നിൽക്കരുത്. സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ തൂത്ത് വൃത്തിയാക്കി ഇടുക. തൂത്തെല്ലാം കഴിഞ്ഞ് വേസ്റ്റെല്ലാം കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ വീണ്ടും അടുത്ത ആയുധമായിട്ട് തുടയ്ക്കാൻ ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ തുടപ്പി, നമ്മുടെ കമ്പാണ്. എന്നിട്ട് നമ്മുടെ തുടയ്ക്കുന്ന തുണി അതിനകത്തോട്ട് ലിക്വിഡിനകത്ത് മുക്കി അതിനകത്തോട്ട് വെച്ചാൽ മതി. നമ്മൾ ഈ ചില ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തുടയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വീഡിയോസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഹോസ്പിറ്റലിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതേ ആയുധം തന്നെയാണ്. ഞാനതാകുമ്പം തുടപ്പി മേടിച്ച് നമുക്കൊരു ലാഭമാണിത്. നമ്മുടെ ഏതെങ്കിലും പഴയ തുണി ഉണ്ടെങ്കിൽ അത് നല്ലതായിട്ട് കഴുകി എടുത്തിട്ട് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് വീണ്ടും അത് കഴുകി ഉണക്കി നമുക്ക് വെക്കാം കേട്ടോ. പിന്നെ എപ്പോഴാണോ നമുക്ക് തുടയ്ക്കേണ്ട ആവശ്യമെന്ന് വെച്ചാൽ അപ്പം മാത്രം നമ്മൾ തുടയ്ക്കാൻ നിന്നാൽ മതി. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചോറ് വേവാറായി. മീൻ ചട്ടിയിലെ മീൻ ഞാൻ ഓഫാക്കി. കാരണം അത് ഇച്ചിരി വറ്റാനുണ്ടായിരുന്നു. ഒരിച്ചിരി വെള്ളം ഞാൻ ഈ തുടച്ച് കഴിഞ്ഞൊന്ന് ഉണങ്ങാനൊരു ടൈം കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ മൊത്തം കയറി ഇറങ്ങി അഴുക്കാവുമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ അരി ഊറ്റിയിട്ടു. പിന്നെ ഓർത്ത് മുരിങ്ങയില ഇരിപ്പുണ്ടായിരുന്നു, അത് തോരൻ വെക്കാമെന്ന്. ആ മുരിങ്ങയില അതെല്ലാം ഞാൻ ഇങ്ങനെ ആക്കി. ഇവിടെ മുരിങ്ങയില എന്നാണ് പറയുന്നത്, നിങ്ങളുടെ നാട്ടിലോ? അതൊന്ന് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മീൻ പീര മീൻ പറ്റിച്ചതെന്നൊക്കെ പറയും. ഇന്ന് ഞാൻ പുളി ഇട്ടില്ല, മറ്റേ ഞാൻ ചീമപ്പുളി തക്കാളി ഇട്ടാണ് ഇന്ന് പറ്റിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു തക്കാളി ഇട്ട് പറ്റിച്ചപ്പോഴത്തേക്ക്. ഞാൻ ഓർത്ത് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പോട്ടെന്ന് ഓർത്ത് ഒന്ന് തുറന്ന് വെച്ച് വെള്ളമെല്ലാം വറ്റി നമ്മുടെ തോരൻ പരുവ് ഉണ്ടോ, ഇങ്ങനെ തോരൻ പരുവ് ആയിട്ട് നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ചാൽ മതി. അത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഫ്രിഡ്ജിൻ്റെ കണ്ടില്ലേ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇത് അടുക്കി പറക്കി വെച്ചപ്പം. അപ്പോൾ ഇങ്ങനെ ഇരുന്ന എൻ്റെ ഫ്രിഡ്ജിനെ ഞാൻ ഇങ്ങനെ ആക്കി. അപ്പോൾ എല്ലാവരും ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം. ഇനി വല്ല ഫുഡും കഴിച്ചിട്ട് എവിടെയെങ്കിലും 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് എടുക്കണം.